ഇത് കീമോ എനിക്ക് എടുത്തിട്ടും എഫക്ട് ചെയ്യുന്നില്ല. 1.5 ലക്ഷം രൂപയുടെ 10 കീമോ എടുത്തിട്ടുണ്ട്. കോളൻ ക്യാൻസർ മെറ്റ്സ് ആയിരുന്നു ആദ്യം കണ്ടുപിടിച്ചത്. അതിനകത്തൊന്ന് ലങ്സിലോട്ടും പാൻക്രിയാസിലോട്ടും ഒക്കെ സ്പ്രെഡ് ചെയ്യുന്നു. അവര് പറഞ്ഞു ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ല, എന്തായാലും കീമോ ചെയ്ത് മുന്നോട്ട് പോകാൻ മാത്രമേ പറ്റത്തുള്ളൂ, മരിക്കുന്നിടം വരെ പോവട്ടെ എന്ന് പറഞ്ഞ. എനിക്ക് ബാക്ക് പെയിൻ ആയിരുന്നു, എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഒരു 5 മിനിറ്റ്സ് 10 മിനിറ്റ്സ് ഇരിക്കുമ്പോൾ എനിക്ക് ബാക്ക് പെയിൻ കാരണം ഞാൻ പോയി കിടക്കുമായിരുന്നു. കിടന്നു പോയപ്പോ ഞാൻ വിചാരിച്ചിരുന്നു ഇനി ഇവിടുന്ന് എണ്ണിക്കാൻ എനിക്ക് പറ്റില്ലയോ, നടക്കാൻ പറ്റത്തില്ലയോ എന്നൊക്കെ. ഞാൻ ഒരു 2.5 മുറി ഹൈ ഡോസ് മോർഫിൻ പെയിൻ കില്ലർ ഞാൻ എടുത്തിരുന്നു. പെയിൻ കില്ലേഴ്സും സ്റ്റോപ്പ് ചെയ്തിട്ടാണ് വന്നത്. വന്നു കഴിഞ്ഞ പിന്നെ ഇതുവരെ ഞാൻ കഴിച്ചിട്ട് ഒരു മെഡിസിൻസും കഴിച്ചിട്ടില്ല. ഇവിടെ വന്ന് ഞാൻ അന്ന് 1:30 വരെ ഇരിക്കുകയും ചെയ്തു. എനിക്ക് ബാക്ക് പെയിൻ കുറവുണ്ട്. 7 മണി തൊട്ട് 1:30 വരെ ഇവിടെ ഇരുന്നു. അതും ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത ആളാ. ട്രിവാൻഡ്രം കിംസ്. ഫൈബ്രോയിഡ് വന്ന് വയറ് വീർത്തതാ. ആദ്യം വയറ് വീർത്ത ഒരു കണ്ടീഷൻ ആയിരുന്നു. അപ്പൊ അത് കട്ട് ചെയ്ത് കളയാൻ പറഞ്ഞു. അത് കട്ട് ചെയ്ത് കളഞ്ഞു. യൂട്രസ് ഒന്നും പോയിട്ടില്ല, വീർത്തിരിക്കണായിരുന്നു. അത് കട്ട് ചെയ്ത് കളഞ്ഞപ്പോ ക്യാൻസർ കാണിച്ചു. അപ്പൊ അതും ചെന്നിട്ട് ഒരു മാസ്റ്ററിനോട് പറഞ്ഞപ്പോ അത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അതും ചികിത്സിച്ചോളാം. പിന്നെ നേരെ ഇങ്ങോട്ടാ വന്നത്. ഇവിടെ അഡ്മിറ്റായി 6 ദിവസം ട്രീറ്റ്മെന്റ് ചെയ്ത് ഇവിടെ കിടന്നാ വന്നത്. ഇങ്ങോട്ട് ഇവിടുന്ന് നടന്നിട്ടാ പോയത്. അത് കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞ് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ ചെന്നപ്പോ ആ ഡോക്ടർ അത്ഭുതത്തോടുകൂടിയാണ് നോക്കിയത്. ആ ഡോക്ടർ അവരോട് പറഞ്ഞ കാര്യം, ഒന്നല്ലേ നിങ്ങൾ പാരലൈസ്ഡ് ആയി പോയാലേ മരണപ്പെട്ടേന, എങ്ങനെ നടന്നു വന്നാ പറഞ്ഞു. നടന്നാണ് പോണത്. അൽഹംദുലില്ലാ ഉമ്മ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ ക്യാൻസർ 3 മാസം കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്തപ്പോ ക്യാൻസർ ഉണ്ടായില്ല. കീമോ ചെയ്യാൻ പറഞ്ഞ കേട്ടാ. ഞാൻ കൊടകുന്ന വന്നാണ്. കഴിഞ്ഞ 1 മാസം മുമ്പ് ഭാര്യയും കൊണ്ട് വന്നാ ഇവിടെ. ഏകദേശം 1 വർഷം വരെ അവർക്ക് വായി കുളക്കാൻ പറ്റില്ലായിരുന്നു. ഇങ്ങനെയുള്ള ഒരു സ്പോട്ടിൽ വേദന. അത് ഭക്ഷണം കഴിക്കുമെന്നല്ല, എല്ലാ സമയത്തും. അത്യാവശ്യം എവിടെ പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ ജനങ്ങളുടെ മുമ്പിൽ ഭക്ഷണം കഴിക്കാൻ ഒരു മടി പോലെ, കാരണം സ്പൂണിലായിരുന്നു കഴിക്കുന്നുണ്ട്. ഇവിടെ വന്ന് അന്നേരത്തെ രാവിലത്തെ ഒരു സിറ്റിംഗ് കഴിഞ്ഞ് വൈകുന്നേരത്തെ സിറ്റിംഗിൽ തന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ പോയി. അപ്പോൾ സ്പൂണില്ലാതെ തന്നെ കഴിക്കാൻ കഴിയും. അവിടെ വിശ്വാസം എങ്ങനെയായിരുന്നു പറഞ്ഞാൽ ഈ ഓപ്പറേഷൻ കഴിഞ്ഞ ഒരു റൈറ്റ് സൈഡിലായിരുന്നു. അപ്പൊ അതിന്റെ നരമ്പ് സംഭവിച്ചിട്ടായിരിക്കും എന്നുള്ളതിൽ 2-3 റൈറ്റ് സൈഡായിരുന്നു ബ്രസ്റ്റിന്. അത് കഴിഞ്ഞു അത്യാവശ്യം കുറെ ഡോക്ടറൊക്കെ കാണിച്ചതാ. അപ്പൊ ഡോക്ടർ പറഞ്ഞ് ഒന്നിക്കും അവിടെ ഇഞ്ചെക്ട് ചെയ്യണോ അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യേണ്ട സ്ഥലമാണ് എന്നൊക്കെ പറയുമ്പോൾ എനിക്കത് ശരിയല്ല. അങ്ങനെ യൂട്യൂബ് കണ്ടിട്ടാണ് ഞാൻ എന്റെ നിർബന്ധം കൊണ്ടാണ് അവളെ ഇവിടെ എത്തിക്കുന്നത്. അപ്പൊ അതിന്റെ പേരിലാണ് ഇപ്പൊ ഞാൻ വീണ്ടും പെങ്ങളായിട്ട് ഇവിടെ വന്നത്. അത് അവൾക്ക് ഓക്കെയാണ്. അവളെ ഞാൻ 2ാമത് പഠിക്കുമ്പോൾ എനിക്ക് പ്രശ്നമില്ലല്ലോ, ഞാൻ ഇതിനെ വെറുതെ വരണ്ടേന്ന് പറഞ്ഞു. അത്രയും സന്തോഷം. നന്നായിട്ട് നടക്കുകയൊക്കെ ചെയ്യുന്ന കുട്ടിയായിരുന്നു. 3 വയസ്സുള്ള സമയത്ത് ഒരു ദിവസം പെട്ടെന്ന് ഇങ്ങനെ പനി പിടിച്ചു. പനിക്ക് ട്രീറ്റ്മെന്റ് ചെയ്തു. ഹസ്ബൻഡ് അക്യൂപഞ്ചറിസ്റ്റ് ആണ്. എന്നാലും ഞാൻ ഇവനെ സാധാരണ അലോപ്പതി ഹോസ്പിറ്റലിൽ തന്നെ കാണിച്ചു. പിറ്റേ ദിവസം നോക്കുമ്പോൾ കാല് മൊത്തം നീര് വെച്ചിട്ട് തീരെ നടക്കാൻ പറ്റാതായ കുട്ടി. ലാസ്റ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് കാണിച്ചു. അങ്ങനെ ക്യാൻസർ അസുഖം കണ്ടുപിടിച്ചു. അങ്ങനെ അവിടുന്ന് ഡിസ്ചാർജ് വാങ്ങിയിട്ടില്ല. 2 ദിവസത്തെ ലീവ് എടുത്തിട്ട് നേരെ വയനാട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം നേരെ വന്നത് ഇങ്ങോട്ടേക്കാണ്. ഇവിടെ വന്ന് അന്ന് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇവൻ നടക്കല് തുടങ്ങി. 2-3 വർഷമായി. പിന്നെ അവന് അങ്ങനെ കാലിലെ നീരൊക്കെ പോയി അവന് സാധാരണ പോലെ തന്നെ നടക്കല് തുടങ്ങി. ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ എന്നെ വിളിച്ചു. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു അത് ഇന്നതാണ്. ലക്ഷണം പറഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇന്നതാണ്. അങ്ങനെയാണ് അവൻ കൊണ്ടുവന്നത്.